ഓം ശ്രീ ഗുരുഭ്യോ നമ. കാവ്യാമൃതത്തിലേക്ക് സുമനസ്സുകൾക്ക് സ്വാഗതം. നമസ്തേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാമേ ഭൂമിസുതാ പുരഞ്ച ഹനുമാൻ പശ്ചാസുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദലയോർ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജ കോമലരുചിം രാമം ഭജേ ശ്യാമളം. ധന്യാത്മാക്കൾക്ക് സരളം സംസ്കൃതം പാഠശാലയുടെ നവരാത്രി ആശംസകൾ. യാ കുന്ദേന്ദു തുഷാരഹാര ധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡ മണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർ ദേവൈഃ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാണ്ഡം അഷ്ടാവിംശത്യധികശതതമഃ സർഗഃ. ശ്ലോകം 91. യുദ്ധകാണ്ഡം സർഗം 128, ശ്ലോകം 91. സരാജ്യമഖിലം ശാസൻ ഹതാരിർ മഹാശയാ രാഘവഃ പരമോദാരഃ ശശാസ പരയാമുദാ ഉവാച ലക്ഷ്മണം രാമോ ധർമ്മജ്ഞം ധർമ്മവത്സലഃ. സരം: ശത്രുസംഹാരം ചെയ്തവനും മഹായശസ്വിയുമായ പരമോദാരനായ രാഘവൻ രാജ്യത്തെ മുഴുവനും നന്നായി പരിപാലിച്ചു. ധർമ്മവത്സലനായ അദ്ദേഹം ധർമ്മജ്ഞനായ ലക്ഷ്മണനോട് പറഞ്ഞു. ശ്ലോകം 92. ആതിഷ്ഠ ധർമ്മജ്ഞമയാ സഹേമാം ഗാം പൂർവരാജാദ്യുഷിതാംബലേന തുല്യം മയാ ത്വം പിതൃഭിർധൃതായ താം യൗവരാജ്യേ ധുരമുദ്വഹസ്വ. ധർമ്മജ്ഞ, എന്നോടുകൂടി ഈ പിതൃപൈതാമഹമായ രാജ്യമാണാലും എനിക്കൊപ്പം തന്നെ യുവരാജ പദവി കൈയേറ്റുകൊണ്ട് ഭവാൻ വാഴുക. ശ്ലോകം 93. സർവാത്മനാ പര്യനുനീയമാനോ യദാന സൗമിത്രേരുപൈതി യോഗം നിയുജ്യമാനോ ഭുവി യൗവരാജ്യേ തതോഭ്യഷിഞ്ചത് ഭരതം മഹാത്മാ. സർവാത്മന അനുനയിപ്പിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടും സൗമിത്രി അധികാരം കയ്യേൽക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ മഹാത്മാവായ ഭരതനെ യുവരാജാവായി അഭിഷേചിച്ചു. ശ്ലോകം 94. പൗണ്ഡരീകാശ്വമേധാഭ്യാം വാജപേയേന ചാസകൃത് അന്യൈശ്ച വിവിധൈർയജ്ഞൈരയജത് പാർത്ഥിവാത്മജഃ. പൗണ്ഡരീകം, അശ്വമേധം, വാജപേയം മുതലായ യജ്ഞങ്ങളും മറ്റും പലതരം യജ്ഞങ്ങളും രാജാവ് അനുഷ്ഠിച്ചു. 95. രാജ്യം ദശസഹസ്രാണി പ്രാപ്യ വർഷാണി രാഘവ ശതാശ്വമേധാനാജഹ്രേ സദശ്വാൻ ഭൂരിദക്ഷിണാൻ
10,000 വത്സരങ്ങൾ രാജ്യപരിപാലനം ചെയ്തു. ഉത്തമ അശ്വങ്ങളോടുകൂടിയതും വൻതോതിൽ ദക്ഷിണകൾ അരുളിയവയുമായ 100 അശ്വമേധങ്ങൾ നടത്തി. ശ്ലോകം 96. ആജാനുലംബിബാഹു സമഹാവക്ഷാ പ്രതാപവാൻ ലക്ഷ്മണാനുചരോ രാമഃ ശശാസ പൃഥിവീമിമാം. ആജാനുബാഹുവും മഹാവക്ഷസും പ്രതാപവാനും ലക്ഷ്മണന്റെ അനുചരത്വത്തോടു കൂടിയവനുമായ രാമൻ ഈ ഭൂമിയെ സംരക്ഷിച്ചു. ശ്ലോകം 97. രാഘവശ്ചാപി ധർമാത്മാ പ്രാപ്യ രാജ്യം അനുത്തമം ഈജേ ബഹുവിധൈർയജ്ഞൈഃ സസുഹൃജ്ഞാതിബാന്ധവ. ധർമാത്മാവായ രാമൻ അത്യുത്തമമായ രാജ്യത്തെ പ്രാപിച്ച് പലവിധ യജ്ഞങ്ങളാൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കൂടി ദേവപൂജ ചെയ്തു. ശ്ലോകം 98. സ പര്യദേവൻ വിധവാ ന ച വ്യാളകൃതം ഭയം ന വ്യാധിജം ഭയം ചാസി രാമേ രാജ്യം പ്രശാസതി. രാമൻ രാജ്യഭാരം ചെയ്യുമ്പോൾ വിധവാ വിലാപങ്ങളോ വ്യാളഭയങ്ങളോ വ്യാധിഭയങ്ങളോ ആർക്കും ഉണ്ടായില്ല. 99. നിർദസ്യോരഭവല്ലോകോ നാനർത്ഥം കശ്ചിദസ്പൃശത് ന ച സ്മ വൃദ്ധാ ബാലാനാം പ്രേതകാര്യാണി കുർവതേ. ലോകത്ത് ദസ്യുക്കൾ അല്ലെങ്കിൽ ചോരന്മാർ ഉണ്ടായിരുന്നില്ല. ആപത്തുകൾ ആർക്കും സംഭവിച്ചില്ല. ബാലമരണങ്ങളും ഉണ്ടായില്ല. ശ്ലോകം 100. സർവം മുദിതമേവാസീത് സർവോ ധർമ്മപരോഭവ രാമമേവ അനുപശ്യന്തോ നാഭ്യഹിംസൻ പരസ്പരം. എല്ലാം സന്തുഷ്ടിപൂർണമായി ഭവിച്ചു. എല്ലാവരും ധർമ്മപരന്മാരായി തീർന്നു. എല്ലാവർക്കും ശരണമായി രാമനുണ്ടായതിനാൽ പരസ്പര ഹിംസ ഉണ്ടായില്ല. ശ്ലോകം 101. ആസൻ വർഷസഹസ്രാണി തഥാ പുത്രസഹസ്രിണഃ നിരാമയാ വിശോകാശ്ച രാമേ രാജ്യം പ്രശാസതി. വർഷസഹസ്രങ്ങൾ പുത്രസഹസ്രങ്ങളോടുകൂടി നിരാമയരായി വിശോകരായി ആളുകൾ വാണു. രാമൻ രാജ്യം ഭരിക്കുന്ന കാലത്ത്. ശ്ലോകം 102. രാമോ രാമോ രാമൈതി പ്രജാനാമഭവൻ കഥ രാമഭൂതം ജഗദഭൂത് രാമേ രാജ്യം പ്രശാസതി. രാമൻ 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 എന്നാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്ന കഥ. ജഗത്ത് മുഴുവൻ രാമമയമായി ഭവിച്ചു. രാമൻ നാട് അരുളിയിടും കാലത്ത്. ശ്ലോകം 103. നിത്യമൂലാ നിത്യഫലാസ്തരവസ്തത്ര പുഷ്പിത കാമവർഷീച്ച പർജന്യഃ സുഖസ്പർശശ്ച മാരുത. രാമൻ നാടുവാഴുമ്പോൾ തരുക്കൾ നിത്യമൂലങ്ങളും പുഷ്പങ്ങളും നിത്യഫലങ്ങളുമായി ഭവിച്ചു. പർജന്യൻ അതത് കാലത്ത് വേണ്ടും പോലെ വർഷിച്ചു. മാരുതൻ സുഖകരമായി വീശി. കൊടുങ്കാറ്റുകൾ നാശം വിതച്ചില്ല. ശ്ലോകം 104. ബ്രാഹ്മണാഃ ക്ഷത്രിയാ വൈശ്യാ രുദ്രാഃ ലോഭവിവർജിതാ സ്വകർമ്മസു പ്രവർത്തന്തേ തുഷ്ടാഃ സ്വൈരേവ കർമ്മഭിഃ. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ലോഭം അല്ലെങ്കിൽ ദുരാഗ്രഹം കൂടാതെ സ്വകർമ്മനിരതരായി സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് തന്നെ സന്തുഷ്ടരായി. ശ്ലോകം 105. ആസൻ പ്രജാധർമ്മപരാ രാമേ ശാസതി നാനൃതാ സർവേ ലക്ഷണസമ്പന്നാ സർവേ ധർമ്മപരായണാ. രാമൻ ഭരിക്കും കാലത്ത് പ്രജകൾ ധർമ്മപരരായി. അനൃതം അല്ലെങ്കിൽ കളവ് ആരും പറഞ്ഞില്ല. എല്ലാവരും ലക്ഷണമൊത്തവരായി. എല്ലാവരും ധർമ്മപരായണരായി. ശ്ലോകം 106. ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച ഭ്രാതൃഭിഃ സഹിതഃ ശ്രീമാൻ രാമോ രാജ്യമകാരയത്. ഭ്രാതാക്കളോടുകൂടി രാമൻ 11,000 വർഷം രാജ്യപരിപാലനം ചെയ്തു. 107, 108, 109 ഒന്നിച്ച് സാരം പറയുന്നു. ശ്ലോകം 107 കേൾക്കാം. ധർമ്മ്യം യശസ്യമായുഷ്യം രാജ്ഞാം ച വിജയാവഹം ആദികാവ്യമിദം ചാർഷം പുരാ വാൽമീകിനാ കൃതം. 108. യഃ ശൃണോതി സദാ ലോകേ
നരഃ പാപാത് പ്രമുച്യതേ പുത്രകാമശ്ച പുത്രാൻ വൈ ധനകാമോ ധനാനി ച. 109 ലഭതേ മനുജോ ലോകേ ശ്രുത്വാ രാമാഭിഷേചനം മഹീം വിജയതേ രാജാ രിപുംശ്ചാപ്യധിതിഷ്ഠതി. സാരം: ധർമ്മപൂർണവും കീർത്തികരവും ആയുസ് വർദ്ധിപ്പിക്കുന്നതും രാജാക്കന്മാരെ വിജയത്തിലേക്ക് നയിക്കുന്നതും പണ്ട് വാൽമീകിയാൽ രചിക്കപ്പെട്ടിട്ടുള്ളതുമായ ഈ ആദികാവ്യം കേൾക്കുന്ന എല്ലാ നരന്മാരും പാപങ്ങളിൽ നിന്ന് മുക്തരാവും. പുത്രകാമന്മാർ പുത്രരെയും ധനകാമന്മാർ ധനത്തെയും ലോകത്തിൽ നേടും. രാജാക്കന്മാർ ശത്രുക്കളെ കീഴടക്കി ഭൂമി ഭരിച്ച് വിജയിച്ചരുളും. ഇവിടെ ഫലശ്രുതി വാൽമീകിയുടേത് ആണോ എന്ന് വ്യക്തമല്ല. ശ്ലോകം 110. രാഘവേണ യഥാ മാതാ സുമിത്രാ ലക്ഷ്മണേന ച ഭരതേന ച കൈകേയി ജീവപുത്രാസ്തഥാ ശ്രിയാ. സ്ത്രീകൾ രാഘവനെ കൊണ്ട് കൗസല്യയും ലക്ഷ്മണനെ കൊണ്ട് സുമിത്രയും ഭരതനെ കൊണ്ട് കൈകേയിയും എന്ന പോലെ ദീർഘായുസ്സുകളായ പുത്രന്മാരോട് കൂടിയവരായിരിക്കും. ശ്ലോകം 111. ഭവിഷ്യന്തി സദാനന്ദാ പുത്രപൗത്ര സമന്വിത ശ്രുത്വാ രാമായണമിദം ദീർഘമായുശ്ച വിന്ദതി. രാമായണ കഥ കേട്ടിട്ട് പുത്രപൗത്ര സമന്വിതരായി ആനന്ദഭരിതരായും ദീർഘായുസ്സുള്ളവരായും ഭവിക്കും. ശ്ലോകം 112. രാമസ്യ വിജയം ചേമം സർവമക്ലിഷ്ടകർമ്മണഃ ശൃണോതീയൈദം കാവ്യം പുരാ വാൽമീകിനാ കൃതം. അക്ലിഷ്ടകർമാവായ രാമൻ്റെ വിജയകഥയുടെ ഈ കാവ്യം വാൽമീകൃതമായ ഈ കാവ്യം. ശ്ലോകം 113. ശ്രദ്ധാനോജിത ക്രോധോ ദുർഗാണ്യതിതരത്യസോ സമാഗമ്യ പ്രവാസാന്തേ രമന്തേ സഹബാന്ധവൈ. ശ്രദ്ധയോടും ക്രോധാദികൾ വെടിഞ്ഞും കേൾക്കുന്ന പ്രവാസികൾ പ്രവാസകാലം കഴിഞ്ഞ് ദുർഗതികൾ പിന്നിട്ട് ബന്ധുജനങ്ങളോടൊത്തു ചേർന്ന് സന്തോഷത്തോടെ വസിക്കും. ശ്ലോകം 114. ശൃണ്വന്തീയൈദം കാവ്യം പുരാ വാൽമീകിനാ കൃതം തേ പ്രാർത്ഥിതാൻ വരാൻ സർവാൻ പ്രാപ്നുവന്തീഹ രാഘവാത്. പണ്ട് വാൽമീകി രചിച്ച ഈ കാവ്യം കേൾക്കുന്നവർ ഇച്ഛിച്ച വരങ്ങൾ രാഘവനിൽ നിന്ന് നേടും. ശ്ലോകം 115. ശ്രവണേന സുരാ സർവേ പ്രീയന്തേ സംപ്രശൃണ്വതാം വിനായകാശ്ച ശാമ്യന്തി ഗൃഹേ തിഷ്ഠന്തി യസ്യ വൈ. ഇത് ശ്രദ്ധിക്കുന്നവരിൽ എല്ലാ ദേവന്മാരും പ്രീതരാകും, ഗൃഹത്തിൽ നിന്ന് വിഘ്നങ്ങൾ ഒഴിഞ്ഞു പോകും. 116. വിജയതേ മഹീം രാജാ പ്രവാസീ സ്വസ്തിമാൻ ഭവേത് സ്ത്രിയോ രജസ്വലാ ശ്രുത്വാ പുത്രാൻ സൂയുരനുത്തമാൻ. സാരം: രാജാക്കന്മാർ വിജയത്തോടെ ഭരിക്കും, പ്രവാസികൾ സുഖമുള്ളവരായി ഭവിക്കും, ഋതുമതികളായ സ്ത്രീകൾ ഉത്തമ സന്താനങ്ങളെ പ്രസവിക്കും. 117. പൂജയംശ്ച പഠംശ്ചൈനമിതിഹാസം പുരാതനം സർവപാപൈ പ്രമുച്യത ദീർഘമായുരവാപ്നുയാത്. പുരാതനമായ ഈ ഇതിഹാസത്തെ പൂജിക്കുന്നവരും പഠിക്കുന്നവരും സമസ്ത പാപങ്ങളിൽ നിന്നും മുക്തരാവും, ദീർഘായുസ്സുള്ളവരാകും. ശ്ലോകം 118. പ്രണമ്യ ശിരസാ നിത്യം ശ്രോതവ്യം ക്ഷത്രിയേർദ്വിജാത് ഐശ്വര്യം പുത്രലാഭശ്ച ഭവിഷ്യതി ന സംശയാ. ക്ഷത്രിയന്മാർ പ്രണമ്യ ശിരസോടെ ബ്രാഹ്മണരിൽ നിന്ന് കേൾക്കേണ്ടതാണ്, വായിക്കേണ്ടത് ബ്രാഹ്മണർ. ഐശ്വര്യവും പുത്രലാഭവും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ശ്ലോകം 119. രാമായണമിദം കൃഷ്ണം ശൃണ്വതഃ പഠതഃ സദാ പ്രിയതേ സതതം രാമഃ സഹി വിഷ്ണു സനാതന. രാമായണം മുഴുവൻ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവരിൽ സനാതനനും മഹാവിഷ്ണുവുമായ രാമൻ പ്രീതി കൊള്ളും. ശ്ലോകം 120. ആദിദേവോ മഹാബാഹുർ ഹരിർ നാരായണ പ്രഭു സാക്ഷാത് രാമോ രഘുശ്രേഷ്ഠഃ ശേഷോ ലക്ഷ്മണ ഉച്യതേ. മഹാബാഹുവായ ആദിദേവനായ ഹരി നാരായണപ്രഭു തന്നെയാണ് രഘുശ്രേഷ്ഠനായ രാമൻ.
ലക്ഷ്മണൻ ആദിശ്രേഷ്ഠനുമാണ് എന്ന് പറയപ്പെടുന്നു. 121. ഏവമേതത് പുരാവൃത്തമാഖ്യാനം ഭദ്രമസ്തുവഃ പ്രവ്യാഹരത വിശ്രബ്ധം ബലം വിഷ്ണോ പ്രവർദ്ധതാം. ഇപ്രകാരമുള്ള ഈ പുരാവൃത്തത്തെ വിശ്വാസപൂർവം പാരായണം ചെയ്യുവിൻ. വിഷ്ണുവിൻ്റെ ബലം നിങ്ങളിൽ വർദ്ധിക്കട്ടെ. ശ്ലോകം 122. ദേവാശ്ച സർവേ തുഷ്യന്തി ഗ്രഹണാത് ശ്രവണാത് തഥാ രാമായണസ്യ ശ്രവണേ തൃഷ്യന്തി പിതരഃ സദാ. ഗ്രഹണത്താലും ശ്രവണത്താലും സമസ്ത ദേവന്മാരും സന്തുഷ്ടരാകുന്നു. നിങ്ങളുടെ രാമായണ ശ്രവണത്താൽ പിതൃക്കളും നിങ്ങളിൽ പ്രസാദിക്കുന്നു. ശ്ലോകം 123. ഭക്ത്യാ രാമസ്യ യേ ചേമാം സംഹിതാം ഋഷിനാ കൃതം യേ ലിഖന്തീഹ ച നരാസ്തേഷാം വാസസ്ത്രിവിഷ്ടവേ. ഋഷികൃതമായ ഈ രാമചരിതത്തെ ഭക്തിയോടെ എഴുതി പ്രചരിപ്പിക്കുന്ന നരന്മാർക്ക് സ്വർഗത്തിൽ ശാശ്വത സ്ഥാനം ലഭിക്കുന്നതാണ്. ശ്ലോകം 124. കുടുംബവൃദ്ധിം ധനധാന്യവൃദ്ധിം സ്ത്രിയശ്ച മുഖ്യാഃ സുഖമുത്തമം ച ശ്രുത്വാ ശുഭം കാവ്യമിദം മഹാർത്ഥം പ്രാപ്നോതി സർവാം ഭുവി ചാർത്ഥസിദ്ധിം. കുടുംബവൃദ്ധി, ധനധാന്യവൃദ്ധി, നല്ല സ്ത്രീജനം, ഉത്തമ സുഖം എന്നിങ്ങനെ ലൗകികമായ സർവാർത്ഥങ്ങളുടെയും സിദ്ധിയെ ഈ കാവ്യത്തിൻ്റെ ശ്രവണത്താൽ പ്രാപിക്കാം. ശ്ലോകം 125. ആയുഷ്യമാരോഗ്യകരം യശസ്യം സൗഭ്രാതൃകം ബുദ്ധികരം ശുഭം ച ശ്രോതവ്യമേതന്നിയമേന സദ്ഭി ആഖ്യാനമോജസ്കരമൃദ്ധികാമയീ. ആയുസ്സും ആരോഗ്യവും യശസ്സും സൗഭ്രാത്രവും ബുദ്ധിബലവും മംഗളവും നൽകുന്ന ഓജസ്കരമായ ആഖ്യാനം അഭിലഷിക്കുന്ന എല്ലാ സത്തുക്കളും നിയമേന ശ്രവിക്കേണ്ടതാകുന്നു. ഇവിടെ ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാണ്ഡം സമാപിച്ചു. ഓം ശ്രീരാമായ നമഃ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാ. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യഃ പൃഥിവീ സസ്യശാലിനി. ദേശോയം ക്ഷോഭരഹിതോ ബ്രാഹ്മണാ സന്തു നിർഭയാ. അപുത്രാഃ പുത്രിണഃ സന്തു പുത്രിണഃ സന്തു പൗത്രിണഃ. അധനാഃ സധനാ സന്തു ജീവന്തു ശരദാം ശതം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ധന്യാത്മൻ. അമൃതകാവ്യമായ വാൽമീകി രാമായണം സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കാനായി കാവ്യാമൃതം എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ തുടങ്ങിയ ശ്രമങ്ങൾ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ 810 വീഡിയോകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ഭാഗത്തോടുകൂടി ഈ പഠന പദ്ധതിക്ക് താൽക്കാലിക വിരാമം ആവുകയാണ്. ഇതുവരെ ഈ ശ്രേണിയിൽ പഠനവിധേയമായ കാര്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് ഇവിടെ. സംസ്കൃത ഭാഷ ലോക നിലവാരത്തിലേക്ക് വളരുമ്പോഴും അതിന്
അസ്പൃശ്യമായ ഏതോ നിഗൂഢ തലങ്ങളുണ്ടെന്ന് സ്വയമായോ ദുരുപദേശങ്ങളിൽ വീഴുന്നതുകൊണ്ടോ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതുമൂലം ഭാഷാ പഠനത്തെ മാറ്റി നിർത്തുന്ന സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിനു വേണ്ടി വിവിധ തലങ്ങളിലായി രൂപപ്പെടുത്തിയെടുത്ത പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. 36 വർഷങ്ങൾ നീണ്ട അധ്യാപന പരിചയം ഇതിന് പ്രേരണയും ധൈര്യവും നൽകുകയായിരുന്നു ഇവിടെ. സംസ്കൃത ഭാഷയിലേക്ക് ഹരിശ്രീ കുറിക്കുന്നവർക്ക് ആദ്യ പാഠങ്ങൾ രസകരമായി പകരാനാണ് ആദ്യം ശ്രമിച്ചത്. ചിത്രസഹിതമായ സരള പാഠങ്ങൾ ഇതിനായി ഉപയോഗിച്ചു. SCERT പദ്ധതി അനുസരിച്ച് 1ാം തരം മുതൽ 7ാം തരം വരെയുള്ള സംസ്കൃത പാഠങ്ങൾ അടുത്തപടിയായി നൽകി. സരള സംസ്കൃതത്തിൽ ആർക്കും ഗ്രഹിക്കാവുന്ന ശ്രീരാമോദന്തം വ്യാഖ്യാനമായിരുന്നു അടുത്തതായി ചെയ്തത്. ഓരോ സോപാനത്തിലും കയറി ചെല്ലുന്നവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ വ്യാഖ്യാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഭഗവത്ഗീത സോപാനം എന്ന പേരിൽ ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾക്ക് വ്യാഖ്യാനം നിർവഹിച്ചു. അനന്തരം വാൽമീകി രാമായണം പാരായണം 590 ഭാഗങ്ങളിലൂടെ പഠിതാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഈ മഹത് കൃതി നമ്മുടെ പാഠ്യവിഷയത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചതിൽ അതീവ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. പ്രഥമ പരിശ്രമമായതിനാൽ പാരായണത്തിൽ ചിലയിടങ്ങളിൽ ചെറിയ തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പ്രിയ പഠിതാക്കൾ സന്ദർഭോചിതമായി ഗ്രഹിച്ചിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഈ ശ്രമങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിരമിക്കുമ്പോഴും കാലവിളംബം വരുത്താതെ തന്നെ മറ്റു വിഷയങ്ങളുമായി നിങ്ങൾക്കൊപ്പം ചേരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാലാംശത്തിലെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പിന്തുണയും ധൈര്യവും പ്രേരണയും നൽകിയ എൻ്റെ കുടുംബത്തിനും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ബന്ധുജനങ്ങൾക്കും ഈ അവസരത്തിൽ ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഒപ്പം എൻ്റെ ഗുരുസ്ഥാനീയർക്കും വന്ധ്യ മാതാപിതാക്കൾക്കും സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വീണ്ടും ഒരു സംസ്കൃത വസന്തം കൊതിച്ചുകൊണ്ട് അവിടെ അക്ഷരസൂനങ്ങളായി നിങ്ങളെ ഓരോരുത്തരെയും സംസ്കൃതത്തിൻ്റെ ദിഗ്വിജയ മുഹൂർത്തത്തിൽ പ്രതീക്ഷിച്ചും കൊണ്ട് ആചാര്യപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സസ്നേഹം, സവിനയം, സാദരം. ശാന്തകുമാരി കാട്ടുപറമ്പിൽ. ശുഭം.